സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ദൈവവചനം തുടരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. Then I don't find you guilty either, Jesus said. Go now and live your life of sin. Go now and live your life of sin. പോകുക, പാപമൊഴിഞ്ഞ് ജീവിക്കുക. സ്വാതന്ത്ര്യം നിബന്ധനയ്ക്ക് വിധേയമാണ്. കണ്ടീഷൻസ് അപ്ലൈ എന്ന് പരസ്യങ്ങളുടെ അടിയിൽ കണ്ടിട്ടുണ്ടോ? ബൈബിളിലെ വാഗ്ദത്തങ്ങളുടെ അടിയിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്, കണ്ടീഷൻസ് അപ്ലൈ. T&C അപ്ലൈ, അങ്ങനെയൊക്കെ കണ്ടില്ലേ? ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ജീവിതകാലം യൗവനത്തിൽ വഴിതെറ്റി ഒരു വൃത്തികെട്ട ബന്ധങ്ങളിലൂടെ മലിനപ്പെട്ട ഒരു യുവതി. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മാലിന്യമായിട്ട് കാണുന്നത് സ്ത്രീകൾക്ക് ഈ വിധത്തിലുള്ള അബദ്ധ സഞ്ചാരം വരുമ്പോഴാണ്. എന്നാൽ പുരുഷന്മാര് കാണിക്കുന്ന വൃത്തികേടുകൾക്കൊന്നും അത്രയും മലിനത നമ്മൾ കൽപ്പിക്കുന്നില്ല. നമ്മുടെ ഒരു സാമൂഹ്യ നിലയുടെ നിലപാടിൻ്റെ വ്യത്യാസമാണ്. കർത്താവ് ഈ നിലതെറ്റിയ, വഴിതെറ്റിയ, പാത തെറ്റിയ പെൺകുട്ടിയോട് പറയുകയാണ്, പോകാം, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പക്ഷേ നിനക്കിനിയും പഴയ പാതയിൽ തുടരാൻ കഴിയില്ല, പറ്റില്ല. Go now and live your life of sin. ഇപ്പോൾ പോകാം, പാപമൊഴിഞ്ഞ് ജീവിക്കണം. പോകാം, ഇനി പാപം ചെയ്യരുത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇത് സാധിക്കുമോ? പാപത്തിൽ ശീലിച്ച ഒരാൾക്ക് പാപമൊഴിഞ്ഞ് ജീവിക്കാൻ പറ്റുമോ? പാപത്തിൽ അടിമപ്പെട്ട ഒരാൾക്ക് പാപം വിട്ട് ജീവിക്കാൻ പറ്റുമോ? അത് ഏത് പാപവും അതെ. ഫോണിലൂടെ മലിനമായ കാഴ്ചകൾ കാണുന്നത് വിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. എത്രയോ പേരാണ് ആ വിഷയമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പേര് പറയില്ലെന്നും പറഞ്ഞ് പറയുന്നത്. ഭാര്യയെ കൂടാതെയുള്ള ഫോൺ വിളി, അതങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഭർത്താവിനെ കൂടാതെയുള്ള ചാറ്റിങ് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ലഹരി ആ സമയമാകുമ്പോഴത്തേനും ശ്വാസം മുട്ടുക. അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൗൺസിലിങ്ങുകാരൊക്കെ അതിന് പല സ്റ്റെപ്പൊക്കെ പറയുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവോട് പറയുന്നത്, നീ ഒരു കൗൺസിലിങ്ങിന് പോകണം, വേണ്ടി വന്നാൽ ഒരു മരുന്നെടുക്കണം, വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാവും, സൂക്ഷിക്കണം എന്നൊന്നും പറയാതെ പോകാം, ഇനി പാപം ചെയ്യരുത്. എങ്ങനെ സാധിക്കും? ഉത്തരം, കഴിയാത്തൊരു കാര്യം കർത്താവ് കൽപ്പിക്കുകയില്ല. പോക എന്ന് പറഞ്ഞ വാക്കിന് ശക്തിയുണ്ടെങ്കിൽ പാപം ചെയ്യരുത് എന്ന വാക്കിന് ഒരു സപ്പോർട്ടീവ് പവറുണ്ട്. എന്നൂടെ പറയാം, പോക, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മുകളിലാണ് ആ വാക്ക്. ആണോ? ഇത്രയും പവർഫുള്ളായ വാക്ക് പോക, ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. നിന്നെ ഇനി ആരും ബന്ധിക്കത്തില്ല, ഇനി നിന്നെ ആരും നോക്ക പോലുമില്ല. കണ്ണുകൊണ്ടോ നാവ് കൊണ്ടോ
കടലാസ് കൊണ്ടോ പേന കൊണ്ടോ നിന്നെ ആരും വേദനിപ്പിക്കുകയില്ല. ഐ അഗ്രി. ആ വാക്കിന് ശക്തിയുണ്ടോ? ഉണ്ട്. അവളെങ്ങനെയാ മോചിതയായത്? യേശുവിൻ്റെ വാക്കിനാൽ. അങ്ങനെയാണെങ്കിൽ ഇനി മോചിതയാകുന്നതും ഏതാ? സംഭവിച്ച തെറ്റിൽ നിന്ന് മോചനം, സംഭവിക്കാനുള്ള തെറ്റിൽ നിന്ന് മോചനം നൽകുന്നവനാണ് യേശു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇത് പറയാൻ. നിങ്ങൾക്ക് കൂടെ കൂടെ പരാജയം സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങളെ ദൈവം കൈവിടുകയില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊരു കരച്ചിലുണ്ടോ? നിങ്ങൾ കർത്താവിലൊരു ആശ്രയമുണ്ടോ? എങ്കിൽ പ്രാർത്ഥിക്കൂ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ മോചനം പ്രാപിക്കാം, എങ്ങനെ മോചനത്തിൽ തുടരാം, എങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കാം, എങ്ങനെ സ്വാതന്ത്ര്യത്തിൽ തുടരാം എന്ന കാര്യത്തിൽ ഈ 2026 സ്വാതന്ത്ര്യ ദിന ചിന്തകളിൽ അവിടുത്തെ മക്കൾക്ക് ഉത്തരം നൽകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.